ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച അയിലക്കറി. ആദ്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക്. പച്ചമുളക്, ഇഞ്ചി, സബോള, വെളുത്തുള്ളി എന്നിവ ഇടുക. അതിനുശേഷം വറുത്തരച്ച തേങ്ങയും ഉള്ളിയും മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാൻ കറക്കിയെടുക്കുക. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർക്കാം. എന്നിട്ട് അത് നന്നായി വാട്ടുക. വാട്ടി വരുന്ന സമയത്ത് നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ്. നല്ലവണ്ണം വാട്ടുക. വാട്ടിക്കൊണ്ടേയിരിക്കുക. വാടി 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 കളറ് നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡ് ഇതേപോലെയായ തക്കാളി ഇടാം. തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതും നന്നായി ഒന്ന് ഇളക്കി 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 വാട്ടുക. അതങ്ങോട്ട് വാടിയിട്ട് വീണ്ടും തക്കാളിയും ഒരു ഓറഞ്ച് ഷെയ്ഡും. അതിനുശേഷം നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി അങ്ങനെ ഇടാം. 1 2 3. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകവും ഇടാം. അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഇളക്കി 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 നല്ലൊരു മസാല രൂപത്തിലാക്കാം. എന്ത് മണമെന്നറിയും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഇളക്കി 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 ഒരു നല്ലൊരു ചുവപ്പ് കളറും. അപ്പോൾ പിന്നെ നമുക്ക് ഇളക്കലാ നിർത്തുക. നിർത്തിയ ശേഷം പുളിവെള്ളം ഒഴിക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. അപ്പോൾ ഇളക്കാൻ തുടങ്ങുക. ഇളക്കി 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 അതൊന്ന് തിളയ്ക്കാൻ വെക്കുക. തിളയ്ക്കാൻ വെക്കേണ്ട ടൈമിന് മറക്കരുത് വീണ്ടും കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഉപ്പിടുക. 1 ടീസ്പൂണാണ്, 1.5 കുഴപ്പമില്ല, ആവശ്യത്തിനനുസരിച്ച്. പിന്നെ തിളച്ച് വരുമ്പോൾ നമ്മുടെ അയിലക്കുട്ടൻ ഇട്ട് കൊടുക്കാം. അയിലക്കുട്ടൻ പിന്നെ ഒന്ന് ഇളക്കുക. പതുക്കെ കേട്ടോ. നല്ല സ്പീഡിൽ ഇളക്കിയാൽ അയിലക്കുട്ടൻ ഒടിഞ്ഞു പോവും. ഞാൻ അതങ്ങോട്ട് തിളയ്ക്കാൻ വയ്ക്കുക. ടൈമിൽ അങ്ങോട്ട് നമ്മുടെ തേങ്ങ അരച്ചത് ഒഴിക്കുക. വറുത്തരച്ച തേങ്ങ ഒഴിക്കുക. എന്നിട്ടൊന്ന് കയ്യിലെടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ട് പതുക്കെ ഇളക്കുക. അല്ലെങ്കിൽ അയിലമീനെ പൊട്ടും. വീണ്ടും പതുക്കെ ഇളക്കുക. കഴിഞ്ഞു. ഞാൻ അടുത്ത് വീണ്ടും തിളയ്ക്കാൻ വയ്ക്കുക. തിളയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഇനി ഒരു ചെറിയൊരു പാത്രം എടുക്കാം. പാത്രം എടുത്തിട്ട് സബോള, വേപ്പിൻ്റെ ഇല ഇട്ട് തൂമിച്ചതിന് ശേഷം അതെടുത്ത് കറിയിൽ വയ്ക്കാം. എന്നിട്ട് കറി ചെറുതായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ അയിലക്കുട്ടൻ എന്ന് വെച്ചാൽ വറുത്തരച്ച അയിലക്കുട്ടൻ്റെ കറി അങ്ങോട്ട് റെഡി ആയിട്ടോ. സബ്സ്ക്രൈബ്.